നമ്മുടെ ആദ്യത്തെ എപ്പിസോഡിൽ നിങ്ങളോട് വിശദമായിട്ട് ഞാൻ എന്താണ് നിങ്ങളെ പഠിപ്പിക്കാൻ പോകുന്നതെന്ന് ആ വീഡിയോയിലൂടെ വിശദമാക്കി നൽകിയിട്ടുണ്ട്. അതിൻ്റെ തുടർച്ചയാണ് ഇന്ന് നിങ്ങളെ പഠിപ്പിക്കുവാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിൻ്റെ ആദ്യത്തെ ഭാഗത്ത് തന്നെ ഞാൻ നിങ്ങളോട് എടുത്തു പറഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ പഠിപ്പിച്ച ആ ഭാഗത്തിൻ്റെ പ്രത്യേകതകളായിട്ട്, അതിൻ്റെ ഫീച്ചേഴ്സായിട്ട്, അതിൻ്റെ മെയിൻ പോയിൻറ്റ്സായിട്ട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളിൽ ഒന്ന് എന്ന് പറയുന്നത് ബി സെൽ ഓർ ബി സോൾഡ്. ബി ഇൻ സെയിൽസ് അല്ലെങ്കിൽ ബി സോൾഡ്. ഒന്നെങ്കിൽ വിൽക്കുക അല്ലെങ്കിൽ വിൽക്കപ്പെടുക. അതിനുശേഷം അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞപ്പോൾ ജീവിതം എന്ന് പറയുന്നത് ഒരു എക്സ്ചേഞ്ച് ആണെന്ന് പറഞ്ഞു. കൈമാറ്റം ചെയ്യുക ഒരു എക്സ്ചേഞ്ച് പ്രോസസ്സാണെന്ന് പഠിപ്പിച്ചു. അതിനുശേഷം പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിച്ചത് നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് നമുക്ക് ഒരു സെൽഫ് അവെയർനെസ് ഉണ്ടാകേണ്ട ആവശ്യകതയെക്കുറിച്ചാണെന്ന് പറഞ്ഞു. സ്വയം അവബോധം ഉണ്ടാവേണ്ട ആവശ്യകതയെക്കുറിച്ച്. തുടർന്ന് ഞാൻ നിങ്ങളോട് നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് ഒരു സന്ദേശമാണ്, അല്ലെങ്കിൽ അതിനെ ഒരു ആശയമായി മാറ്റണം, ഒരാശയമാക്കി മാറ്റണം. ഓരോ വ്യക്തിയുടെ ജീവിതം എന്ന് പറയുന്നത് ഒരാശയമാണെന്നിവിടെ പറഞ്ഞു മനസ്സിലാക്കി തന്നു. ഇന്ന് നിങ്ങളെ പഠിപ്പിക്കുവാനായിട്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് സെയിൽസാണ്. അതുകൊണ്ട് തന്നെ നമ്മളുടെ ജീവിതത്തിനെ എപ്രകാരം എക്സ്ചേഞ്ചിലൂടെ എപ്രകാരം മനോഹരമാക്കി എടുക്കാം എന്നുള്ളതാണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ പഠിക്കുവാനായിട്ട് പോകുന്നത്. ഇവിടെ ഞാൻ എഴുതിയിരിക്കുന്ന ഒരു ടൈറ്റിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, ബി ഇൻ സെയിൽസ് മാൻ. അതായത് ലൈഫ് ഈസ് ഓൾ അബൌട്ട് സെയിൽസ്. അത് വിൽപ്പനയാണ്, അത് വിൽപ്പനയും വാങ്ങലുമാണ്. ഇറ്റ്സ് ആൻ എക്സ്ചേഞ്ച് പ്രോസസ്സ്. നിങ്ങൾക്ക് കൃത്യമായിട്ട് നിങ്ങളുടെ ജീവിതത്തിൻ്റെ 24 മണിക്കൂർ, നമുക്ക് ഓരോ ദിവസം 24 മണിക്കൂറല്ലേ ലഭിക്കുന്നത്. ഈ 24 മണിക്കൂറിനെ കൃത്യമായിട്ട് ഉപയോഗിക്കാൻ നമുക്കറിഞ്ഞില്ല എങ്കിൽ മറ്റുള്ളവർ നമ്മൾക്ക് വേണ്ടി അവരുടെ വസ്തുവകകളോ അവരുടെ സമയങ്ങളോ അവരുടെ എനർജിയോ അല്ലെങ്കിൽ അവരുടെ അറ്റൻഷനോ അല്ലെങ്കിൽ അവരുടെ പണമോ ഇവയൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നമ്മളുമായിട്ടൊരു ട്രേഡിംഗ് നടത്തും. ആ ട്രേഡിംഗ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നമുക്ക് അത് പ്രയോജനപ്പെടുമോ അതില്ലയോ എന്നുള്ളത് നമ്മൾ നമ്മുടെ ജീവിതത്തിലൂടെ കാണിച്ചു തരുന്നത് പോലെയാണ്. അപ്പോൾ ഇന്ന് പഠിപ്പിക്കാനായിട്ട് ഉദ്ദേശിക്കുന്ന കാര്യമെന്ന് പറയുന്നത് ഈ സെയിൽസ് എന്ന് പറയുന്ന ഒരു പ്രക്രിയ, ഈ സെയിൽസ് എന്ന് പറയുന്ന പ്രക്രിയയിൽ നമുക്ക് എപ്രകാരം വിജയിക്കാൻ കഴിയുമെന്നുള്ളതാണ്. സാധാരണ നമ്മൾ പറയാറുണ്ട് സെയിൽസ് എന്ന് പറയുന്നത് കച്ചവടവുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണെന്ന് പറയാറുണ്ട്. എന്നാൽ ജീവിതം എന്ന് പറയുന്നത് തന്നെ സെയിൽസാണ്. ഇറ്റ്സ് ആൻ ഇൻട്രാക്ഷൻ പ്രോസസ്സ്. ആ പ്രോസസ്സിൽ നമുക്ക് ഹാർമോണി ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? നമ്മൾ വ്യക്തികളുമായിട്ട് നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മൾ ഇടപെടുമ്പോൾ വ്യക്തികളുമായിട്ട് നമുക്ക് ഹാർമോണി ക്രിയേറ്റ് ചെയ്യാനായിട്ട് കഴിയുന്നുണ്ടോ എന്നുള്ളതാണ് ഏറ്റവും വലിയ ചോദ്യമെന്ന് പറയുന്നത്. ഇത് നമ്മളുടെ മതഗ്രന്ഥങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ട്രഡീഷണലായിട്ട് നമ്മുടെ മതങ്ങൾ ഫോളോ ചെയ്യുന്ന പുസ്തകങ്ങൾ, ഞാനതിനെ വിസ്ഡം ടെക്സ്റ്റ്സ് എന്നാണ് ഉപയോഗിക്കുന്നത്. പലപ്പോഴും മതഗ്രന്ഥങ്ങളെ ആ പ്രത്യേക മതത്തിൻ്റെ ചട്ടക്കൂടിലാക്കി അതിനെ കാണാറുണ്ട്. എന്നാൽ എന്നെ സംബന്ധിച്ച് ഞാൻ ഈ പറയുന്ന എല്ലാ പുസ്തകങ്ങളിലൂടെയും ഞാൻ കടന്നു പോകുന്നത് കൊണ്ട് ഞാൻ അതിനെ ഒരു ഏൻഷ്യൻ്റ് വിസ്ഡം ടെക്സ്റ്റ് എന്നാണ് അതിനെ ഞാൻ മനസ്സിലാക്കുവാനായിട്ട് ശ്രമിക്കുന്നത്. അപ്പോൾ ഇതെല്ലാ പുസ്തകങ്ങളിലും നമ്മൾ ഏത് പുസ്തകത്തെ നമ്മൾ പഠിക്കാൻ ശ്രമിച്ചാലും എല്ലാ പുസ്തകങ്ങളിലൂടെയും നമുക്ക് നൽകുന്ന ആശയം എന്ന് പറയുന്നത് ഒന്നാണ്. ഇറ്റ് സ്പീക്സ് അബൌട്ട് വൺ. ഏത് മതഗ്രന്ഥവും നമ്മൾ വായിച്ചാലും അതിൻ്റെ ആശയം എന്ന് പറയുന്നത് ആ വണ്ണസ്സിലേക്ക് എത്തിച്ചേരുക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ തന്നെ നമ്മുടെ ലൈഫിൽ നമുക്ക് സാധാരണയായിട്ട് നമുക്ക് പലപ്പോഴും നമ്മൾ ബോഡി, മൈൻഡ് ആൻഡ് സ്പിരിറ്റ് എന്ന് പറയാറുണ്ട്. ഇവയൊക്കെ നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു മൂന്നും, അതായത് ഒരു ട്രിനിറ്റി എന്ന് പറയാമെങ്കിലും ഇത് ഒന്നായിട്ടാണ് കാണപ്പെടുന്നത്. പലപ്പോഴും നമ്മൾ വ്യക്തികൾ നമ്മൾ വ്യത്യസ്തരായതുകൊണ്ടും നമ്മൾക്ക് നമ്മുടെ ശരീരത്തോടൊരു സ്നേഹം നമുക്ക് തോന്നുന്നതുകൊണ്ടും മറ്റുള്ളവരുമായിട്ട് നമ്മളൊരു സെപ്പറേഷൻ കാണുന്നുണ്ട്. ഈ വണ്ണസിൻ്റെ ഒരു ശത്രു അല്ലെങ്കിൽ അതിനൊരു
ഈ വണ്ണസിൻ്റെ ഒരു മറുഭാഗം എന്ന് പറയുന്നത് സെപ്പറേറ്റ്നെസ് ആണ്. വൺ അല്ലെങ്കിൽ വണ്ണസ് എന്ന് പറയുന്നത് ഒന്നായിട്ട് കാണുന്നവയും ഈ സെപ്പറേറ്റ് എന്ന് പറയുന്നത് വ്യത്യസ്തമായിട്ട് കാണപ്പെടുകയുമാണ്. അപ്പം നമ്മളെ സംബന്ധിച്ച് ഇതിനകത്ത് കൃത്യമായിട്ട് നമുക്ക് ഈ വൺ അല്ലെങ്കിൽ വണ്ണസ്, ഈ വണ്ണസിനെ കൃത്യമായിട്ട് നമുക്ക് ആ ഇൻട്രാക്ഷൻ മെത്തേഡിൽ നമ്മുടെ ഡെയിലി നമ്മുടെ നിത്യജീവിതത്തിൻ്റെ സെയിൽസ് പ്രൊസീജിയറിൽ നമുക്ക് ഈ വണ്ണസിലേക്ക് എത്തിച്ചേരുവാനായിട്ട് കഴിയുന്നില്ല എങ്കിൽ അത് നമ്മുടെ ട്രാൻസാക്ഷനിലായിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മുടെ കമ്മ്യൂണിക്കേഷനിലായിക്കോട്ടെ, നമ്മുടെ ഇൻട്രാക്ഷൻസിലായിക്കോട്ടെ, അപ്പോൾ തീർച്ചയായിട്ടും മറ്റു വ്യക്തികളുമായിട്ട് നമുക്ക് ഈ വണ്ണസിലേക്ക് എത്തിച്ചേരാനായിട്ട് കഴിയുന്നില്ല എങ്കിൽ നമുക്ക് ആ ഒരു ഹാർമോണി ക്രിയേറ്റ് ചെയ്യാനായിട്ട് കഴിയില്ല. അപ്പോൾ തീർച്ചയായിട്ടും നമ്മളെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ നിത്യജീവിതത്തിൽ നമുക്ക് വളരെയധികം ഹെൽപ്ഫുള്ളായിട്ടുള്ള ഈ ഏൻഷ്യൻ വിസ്ഡം ടെക്സ്റ്റ്, അതൊരു പുസ്തകം തന്നെ മാത്രം വായിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ആത്യന്തികമായിട്ടുള്ള സത്യത്തിൽ എത്തിച്ചേരാനായിട്ട് കഴിയത്തില്ല. ഞാൻ കഴിഞ്ഞ ദിവസം നിങ്ങളോട് പറഞ്ഞാണ് ദ അൾട്ടിമേറ്റ് ട്രൂത്ത്. ആ അൾട്ടിമേറ്റ് ട്രൂത്ത് എന്ന് പറയുന്നത് നമ്മളാകുന്ന വ്യക്തി ഒരു വ്യക്തിയല്ല, അതിനപ്പുറത്തോട്ട് നമ്മളൊരു ആശയമാണെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. ഒരു ഐഡിയ, നമ്മളെന്ന് പറയുന്നത് ഒരു ഐഡിയയാണ്. അപ്പം നമ്മളെന്ന് പറയുന്ന ഒരു വ്യക്തിയായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുവാണെങ്കിൽ വി മേ ഫീൽ ദ സെപ്പറേറ്റ്നെസ് വിത്ത് അതേഴ്സ്. നമ്മളെന്ന് പറയുന്ന ആ ഒരു വ്യക്തിയെ നമുക്ക് ഒരു പേഴ്സൺ ഒരു വ്യക്തിയായിട്ട് നമുക്ക് തോന്നുവാണെന്നുണ്ടെങ്കിൽ വി മേ ഫീൽ ദാറ്റ് വി ആർ സെപ്പറേറ്റഡ്. നമ്മളൊരു വ്യക്തിയായിട്ട് കാണുവാണെങ്കിൽ നമുക്ക് ആ സെപ്പറേറ്റ്നെസ് ഫീൽ ചെയ്യും. നമ്മൾ മറ്റുള്ളവരുമായിട്ട് ഇടപെടുമ്പോൾ നമ്മൾ അവരെ വ്യക്തികളായിട്ട് കാണുകയും നമുക്ക് അവരൊരു സെപ്പറേറ്റ് അല്ലെങ്കിൽ ഒരു വ്യത്യസ്തനായിട്ടുള്ള വ്യക്തിയായിട്ട് കാണും. ഇത് നമുക്ക് അത്ര കണ്ട് ഗുണം ചെയ്യത്തില്ല. എന്നാൽ നമ്മളൊരു ആശയമാണ്, ഒരു ലോകത്തിന് കൊടുക്കാൻ നൽകുന്ന ഒരു മെസ്സേജ്, അല്ലെങ്കിൽ നമ്മളിലൊരു ആശയമുണ്ട്. വി ആർ നോട്ട് എ പേഴ്സൺ, വി ആർ എൻ ഐഡിയ എന്ന ചിന്തയുണ്ടാവുമെങ്കിൽ തീർച്ചയായിട്ടും നമ്മളിലേക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഈ വണ്ണസിലേക്ക് എത്തിച്ചേരാനായിട്ട് കഴിയും. ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ നമ്മുടെ അവൈലബിൾ ആയിട്ടുള്ള ടെക്സ്റ്റ് ബുക്കുകൾ, അത് ഏൻഷ്യൻ്റ് വിസ്ഡം ടെക്സ്റ്റ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ മറ്റ് നമുക്ക് ലഭ്യമായിട്ടുള്ള പുസ്തകങ്ങളായിക്കോട്ടെ, നമ്മുടെ അനുഭവങ്ങളായിക്കോട്ടെ, നമ്മൾ ഈ പറയുന്ന സെപ്പറേറ്റ്നെസ് വിട്ടുകൊണ്ട് വണ്ണസിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നില്ല എങ്കിൽ നമ്മുടെ ആ പറയുന്ന നിത്യജീവിതത്തിൻ്റെ സെയിൽസ് പ്രൊസീജിയറിൽ, അല്ലെങ്കിൽ നമ്മുടെ ആ പറയുന്ന നിത്യ ഇടപെടലുകളിൽ ഒരു പൂർണ്ണത നൽകുവാൻ അല്ലെങ്കിൽ പൂർണ്ണത കൈവരിക്കുവാനായിട്ട് നമുക്ക് കഴിയത്തില്ല. അപ്പം നമുക്കെന്താ വേണ്ടത്? നമ്മളെ സംബന്ധിച്ച് ആ സെപ്പറേറ്റ്നെസ് എന്ന് പറയുന്ന ആശയത്തിൽ നിന്ന് വണ്ണസിലേക്ക് നമുക്ക് എത്തിച്ചേരുവാനായിട്ട് കഴിഞ്ഞെങ്കിൽ മാത്രമേ എന്താകത്തുള്ളൂ? നമ്മളെന്ന് പറയുന്ന ആ ഐഡിയ ഗ്രോ ചെയ്യത്തുള്ളൂ, വളരുകയുള്ളൂ. ഞാൻ ഒന്നുകൂടെ ഇതിനെപ്പറ്റി ഒന്ന് വിശദീകരിച്ച് പറയാം. ഡ്യുവാലിറ്റി, നമുക്കൊരു രണ്ട് തരത്തിലെ തോട്ട് പ്രോസസ്സിനെ പറ്റി പറയാറുണ്ട്. ഈ വണ്ണസിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇത് നോൺ ഡുവാലിറ്റി എന്ന് പറയും. ദാറ്റ് ഈസ് നോൺ ഡുവാലിറ്റി. നമുക്ക് അതിനെ ഒന്നായിട്ടാണ് നമുക്ക് ചിന്തിക്കുന്നത്. രണ്ടുപേരെ സെപ്പറേറ്റ് ആയിട്ടല്ല, രണ്ട് ആശയങ്ങളെയോ രണ്ട് വ്യക്തികളെയോ അല്ലെങ്കിൽ ഒരു ട്രാൻസാക്ഷനെ നമുക്ക് ഒന്നായിട്ടാണ് നോൺ ഡുവാലിറ്റി എന്ന് പറയും. ഈ സെപ്പറേറ്റ്നെസ്സിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഡുവാലിറ്റിയാണ്. ഡുവാലിറ്റിയുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവയെ രണ്ട് സെപ്പറേറ്റ് ആയിട്ട്, രണ്ടും വിഭിന്നമായിട്ട് തോന്നും. തീർച്ചയായിട്ടും ട്രാൻസാക്ഷൻ എന്ന് പറയുന്ന ഒരു പ്രക്രിയയിൽ, അല്ലെങ്കിൽ ഹാർമണി എന്ന് പറയുന്ന ആ ഒരു പ്രക്രിയയിൽ, പ്രകൃതിയുടെയൊക്കെ ഒരു എക്സാമ്പിളായിട്ട് നമുക്ക് ഹാർമണിയെ പറയാൻ പറ്റും. നമ്മുടെ പ്രപഞ്ചത്തിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് ഹാർമണിയെ പറയാൻ പറ്റും. ആ ഹാർമണിയുടെ എന്താ പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ രണ്ട് വിഭിന്ന സ്വഭാവക്കാരോ അല്ലെങ്കിൽ വിഭിന്ന വ്യത്യസ്ത ചിന്താഗതിയിൽ ഇരിക്കുന്ന രണ്ട് ബോഡീസ്, നമ്മളീ പറയുന്ന നമ്മുടെ ഹെവൻലി ബോഡീസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മുടെ പ്ലാനറ്റ്സ് ആയിക്കോട്ടെ, മറ്റ് ഈ പ്രപഞ്ചത്തിൽ കാണുന്ന എന്തും ആയിക്കോട്ടെ,
ഇവ തമ്മിലുള്ള വലുപ്പത്തിലുള്ള വ്യത്യാസത്തിന് അപ്പുറത്തോട്ട് അവർ തമ്മിൽ ഹാർമണിയിലായിരിക്കും. അതുകൊണ്ട് തന്നെയാണ് എന്താണ് നമുക്ക് ഈ ഭൂമി കറങ്ങുന്നതായിട്ട് നമുക്ക് തോന്നാത്തത്. ഭൂമി യഥാർത്ഥത്തിൽ 1,00,000 കിലോമീറ്റർ വേഗതയിലാണ് സൂര്യന് ചുറ്റും കറങ്ങുന്നത്. നമുക്കിത് പ്രത്യേകിച്ച് എന്താ തോന്നാത്തതിന് കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അത് ഫീൽ ചെയ്യുന്നില്ല. അപ്പോൾ അവർ തമ്മിലുള്ള ഹാർമോണിയിലായതുകൊണ്ടാണ് നമുക്കത് ഫീൽ ചെയ്യാത്തത്. അപ്പോൾ ഈ നോൺ ഡ്യുവാലിറ്റിയിലുള്ള തോട്ട് പ്രോസസ്സ് വന്നു കഴിഞ്ഞാൽ അതിനെ രണ്ട് പേര് തമ്മിലുള്ള ട്രാൻസാക്ഷനകത്ത് നമുക്ക് വൺനെസ് അല്ലെങ്കിൽ ഒന്നിലേക്ക് എത്തിച്ചേർക്കാനായിട്ട് കഴിയും. എന്നാൽ നമ്മുടെ ചിന്ത ഡ്യുവാലിറ്റിയിലാണെങ്കിൽ, സെപ്പറേറ്റ്നെസ്സിലാണെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കുന്നുണ്ട്? നമുക്ക് ആ ആളുകളെ ഉൾക്കൊള്ളുവാനായിട്ടോ നമ്മുടെ ട്രേഡ് പ്രോസസ്സ് നമുക്ക് കൃത്യമായിട്ട് നമുക്ക് പൂർണ്ണമാക്കാനായിട്ട് കഴിയത്തില്ല. അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ സംബന്ധിച്ച് നമ്മളൊരു വ്യക്തിയല്ല, നമ്മളൊരു ആശയമാണെങ്കിൽ മാത്രമേ എന്തു പറ്റത്തുള്ളൂ? നമ്മളെ സംബന്ധിച്ച് നമ്മളിൽ വളർച്ച ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ വളർച്ച എന്ന് പറയുന്ന ഒരു ഘടകം നമുക്ക് വളർത്തിയെടുക്കണമെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് ഈ പറയുന്ന ഗ്രോത്തിനെ അൺലിമിറ്റഡ് ആക്കണമെങ്കിൽ, ഗ്രോത്ത് ഈസ് അൺലിമിറ്റഡ്. ഈ പറയുന്ന വണ്ണസിനകത്ത് ഗ്രോത്ത് എന്ന് പറയുന്നത് അൺലിമിറ്റഡ് ആണ്. എന്നാൽ സെപ്പറേറ്റ്നെസ്സിനകത്ത് ഗ്രോത്ത് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് ലിമിറ്റഡ്. ഇതിനകത്ത് ലിമിറ്റഡ് ആണ്. വണ്ണസിനകത്ത് ഗ്രോത്ത് അൺലിമിറ്റഡ് ആകുകയും സെപ്പറേറ്റ്നെസ്സിനകത്ത് ഗ്രോത്ത് ലിമിറ്റഡ് ആകുകയും ചെയ്യും. അപ്പോൾ നമുക്ക് ട്രേഡിൽ അല്ലെങ്കിൽ നമ്മുടെ നിത്യ ജീവിതത്തിലെ ട്രാൻസാക്ഷനകത്ത് നമുക്ക് ഏതാണ് മികച്ചതായിട്ട് നമുക്ക് തോന്നുന്നത്? തീർച്ചയായിട്ടും എന്തുവാ? ഈ വണ്ണസ് വരണം. വണ്ണസ് എന്ന് പറയുന്നത് എന്താണ്? രണ്ടു പേര് തമ്മിലുള്ള ആശയവിനിമയത്തിലോ ട്രാൻസാക്ഷനിലോ രണ്ടു പേർക്കും ആ പറയുന്ന വിൻ വിൻ സിറ്റുവേഷൻ, വിൻ വിൻ, രണ്ടു കൂട്ടർക്കും വിജയം ഉണ്ടാവണം. ഇറ്റ് ഷുഡ് ബി ദ വിൻ വിൻ സിറ്റുവേഷൻ. രണ്ടു കൂട്ടർക്കും വിജയം ഉണ്ടാകുന്ന ആ ഒരു പ്രക്രിയയിലാണ് എന്ത് ചെയ്യുന്നത്? ഇറ്റ് ബിക്കേം അൺലിമിറ്റഡ്. ഒരാൾക്ക് പരാജയം വേറൊരാൾക്ക് വിജയം വരുമ്പോഴത്തേക്ക് ദാറ്റ് ഈസ് എ ലിമിറ്റഡ് തിങ്. ഇതെന്താണ്? രണ്ടു കൂട്ടർക്കും വിജയം സംഭവിക്കും. രണ്ടു കൂട്ടർക്കും വിജയം സംഭവിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? അവർ തമ്മിലൊരു കൊളാബറേഷൻ, അവർ തമ്മിൽ എന്താണ്? ഒരു ഹാർമോണി വർക്കൗട്ട് ആകണം. ഈ ഹാർമോണി എപ്രകാരം വർക്കൗട്ട് ആവുന്നതനുസരിച്ചാണ് എന്ത് ചെയ്യുന്നത്? ഒരു വ്യക്തികളുടെ ജീവിതം മുന്നോട്ട് പോകുന്നത്. സോ ബിക്കം അൺലിമിറ്റഡ് റാദർ ദാൻ ലിമിറ്റഡ്. ഗ്രോത്ത് എവിടെയാണുള്ളത്? ഗ്രോത്ത് സസ്റ്റെയിൻ ചെയ്യുന്നത് എപ്പോഴും അൺലിമിറ്റഡിലായിരിക്കും. ഈ പറയുന്ന ലിമിറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ സെപ്പറേറ്റ്നെസ്സിലുള്ള അല്ലെങ്കിൽ വിൻ ഫെയിലിയറിൽ ഇതിലൊന്നും ആക്ച്വലി എന്താണുള്ളത്? അതെല്ലാം മുമ്പ് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഡ്യുവാലിറ്റിയാണ്. വ്യത്യസ്തമായിട്ട് കാണുന്നു. അത് ദാറ്റ് ഈസ് ഡിഫറൻ്റ് ആണ്. നമുക്ക് കാണാൻ കഴിയേണ്ടത് ഡൈവേഴ്സിറ്റിയാണ്. അപ്പോൾ ആ ഡിഫറൻസിനെ നമ്മൾ അക്സെപ്റ്റ് ചെയ്തുകൊണ്ട്, ഡൈവേഴ്സിറ്റി അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് ആ വൺനെസ്സിലേക്ക് നമ്മൾ കടക്കുമ്പോഴാണ് എന്തുണ്ടാകുന്നത്? ആ വിൻ വിൻ സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യപ്പെടുകയും നമുക്ക് അൺലിമിറ്റഡ് ഗ്രോത്ത് ഉണ്ടാവുകയും ചെയ്യുന്നത്. അപ്പം ഇന്നത്തെ ആ ഒരു ക്ലാസ്സിൻ്റെ ആ ഒരു ബ്രീഫിംഗ് എന്ന് പറയുന്നത് ബീങ് സെയിൽസ്മാൻ, അതായത് നിങ്ങൾ സെയിൽസിൽ ആണ്, നിങ്ങൾ അൺലിമിറ്റഡ് സെയിൽസിലാണ്. നിങ്ങളുടെ എല്ലാ ദിവസവും നിങ്ങളുടെ പ്രവർത്തനം എന്ന് പറയുന്നത് സെയിൽസാണ്, ഗീവ് ആൻഡ് ടേക്ക് ആണ്. അതിൽ മാറ്റം ഉണ്ടാവത്തില്ല. അപ്പോൾ അതിൽ നമുക്ക് ആ സെയിൽസ് പ്രൊസീജിയറിൽ നമ്മുടെ എനർജി അൺലിമിറ്റഡ് ആക്കി വെക്കുന്നത് പോലെ നമ്മുടെ എല്ലാ ദിവസത്തെയും പ്രവർത്തനങ്ങൾ അൺലിമിറ്റഡ് ആവണമെങ്കിൽ നമ്മളെന്ന് പറഞ്ഞ വ്യക്തി ഒരാശയമായി മാറുകയും ആ ആശയത്തെ നമ്മൾ വണ്ണസിലേക്ക് നോക്കി കാണുവാൻ നമുക്ക് കഴിയണം. എങ്കിൽ മാത്രമേ എന്താകത്തുള്ളൂ? ആ വിൻ വിൻ സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യപ്പെടത്തുള്ളൂ. അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളെ നിങ്ങൾക്ക് കൂടുതലായിട്ട് തുടർച്ചയായിട്ട് അടുത്ത ക്ലാസ്സുകളിൽ തുടർച്ചയായിട്ട് ഇതിൻ്റെ വിഭിന്ന പോയിൻറ്റ്സ് നിങ്ങൾക്ക് വിശദീകരിച്ച് തരുന്നതായിരിക്കും. സെയിൽസുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ സംശയങ്ങൾ നിങ്ങൾക്ക് കമൻറ്റ് രേഖപ്പെടുത്താം. നിങ്ങൾക്ക് സെപ്പറേറ്റ്നെസ്സിൽ നിന്ന് വൺനെസ്സിലേക്കുള്ള നിങ്ങളുടെ യാത്ര മികച്ചതായി മാറട്ടെ. എൻ്റെ എല്ലാവിധമായിട്ടുള്ള സഹായ സഹകരണങ്ങളും ഉണ്ടാകും. വീണ്ടും അടുത്ത എപ്പിസോഡിൽ കാണുമ്പോഴേക്കും നമസ്കാരം.